മലപ്പുറത്ത് കാട്ടാന ആക്രമണത്തിൽ വനവാസി യുവാവ് മരിച്ചു. കരുളായി മാഞ്ചേരി പൂച്ചപ്പാറ കോളനിയിലെ മണിയാണ് മരിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു ഇയാളെ കാട്ടാന ആക്രമിച്ചത്. മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ്. വിവരങ്ങളുമായി ശിവദാസ് കരമനം ചേരുന്നു. ശിവദാസ്, വിവരങ്ങൾ. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. മലപ്പുറം കരുളായിയിലെ മാഞ്ചേരി പൂച്ചപ്പാറ കോളനിയിലെ 35 വയസ്സുകാരനായ മണിയാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് ഏകദേശം 7 മണിയോടെയാണ് ഇത്തരത്തിൽ കാട്ടാന ആക്രമിച്ചത്. മണിയും അതോടൊപ്പം തന്നെ മണിയുടെ ചില സുഹൃത്തുക്കളും പിന്നെ മണിയുടെ കുഞ്ഞും ഉണ്ടായിരുന്ന കയ്യിൽ. ഇവർ കാടിനുള്ളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ഈ ചോലനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു യുവാവ് കൂടിയാണ് ഇന്നലെ മരിച്ച ഈ മണി. കാരണം ഈ കാടിനുള്ളിൽ താമസിക്കുന്നതാണ് ചോലനായ്ക്ക വിഭാഗം. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്, ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇപ്പോൾ കാട്ടിൽ ഈ ചോലനായ്ക്ക വിഭാഗത്തിൽ ഉള്ളത്. ഈ കോളനിയിൽ തന്നെ, പൂച്ചപ്പാറ കോളനിയിൽ മാത്രം ഏകദേശം 100 അല്ലെങ്കിൽ ഒരു 110 ആളുകൾക്കുള്ളിൽ മാത്രമാണ് ഈ ചൊല്ലനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉള്ളത്. അത്തരത്തിലുള്ള ഈ ചൊല്ലനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാൾ കൂടിയാണ് മരിച്ച മണി. ഇവർ കാടിനുള്ളിലാണ് താമസിക്കുന്നത്. കാടിനുള്ളിൽ വെച്ചാണ് ഇന്നലെ ഈ ഒരു കാട്ടാന ആക്രമണവും ഉണ്ടായിരിക്കുന്നത്. അതായത് കരുളായിൽ നിന്നും ഏകദേശം ഉൾവനത്തിലേക്ക് 20 കിലോമീറ്റർ ഉള്ളിലേക്കാണ് ഈ ഒരു അപകടം ഉണ്ടായത്. അവിടെയാണ് ഇവർ താമസിക്കുന്നത്. താമസിക്കുന്നതിന് തൊട്ടടുത്തായിട്ടാണ് ഇത്തരത്തിൽ ഒരു കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പിന്നീട് സുഹൃത്തുക്കളാണ് ഈ മണിയെ എടുത്ത് നെടുങ്കയത്തേക്ക് നടന്ന് എടുത്തു കൊണ്ടുവന്ന് പിന്നീട് ഫോറസ്റ്റ് അധികൃതരെ വിവരം അറിയിച്ചു. അതിനുശേഷം ഫോറസ്റ്റ് അധികൃതരും എത്തിയാണ് നെടുങ്കയത്ത് നിന്നും ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിയത്. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നു. പിന്നീട് അല്പസമയത്തിന് ശേഷം തന്നെ ഏകദേശം 11 മണിയോടെ മണി മരിക്കുകയാണ് സംഭവിച്ചത്. തലയ്ക്ക് തുമ്പിക്കൈ കൊണ്ട് അടിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. തലയ്ക്ക് ഏറ്റ പരുക്കാണ് ഈ ഒരു മരണത്തിന് കാരണം ഉണ്ടായിരിക്കുന്നത്. കാട്ടാന തുമ്പിക്കൈ കൊണ്ട് തലയ്ക്ക് അടിക്കുകയായിരുന്നു. നിഖിൽ. ശരി ശിവദാസ, മലപ്പുറത്ത് കാട്ടാനാക്രമണത്തിൽ വനവാസി യുവാവ് മരിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കരമനം.